നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ അച്ഛൻ പെങ്ങളാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറക്കും. യഥാർത്ഥ പോലീസ് എന്താണെന്ന് നിങ്ങൾ അറിയും. ജയരാമനങ്ങൾ കിടക്കുന്ന അതേ ജയിലിലല്ല, തൊട്ടപ്പുറത്ത് അട്ടക്കുളങ്ങരയില് നിങ്ങളെ ഞാൻ കിടത്തും. ഓർമ്മയിലിരിക്കട്ടെ. എടാ നിന്നെ ഞാൻ. അതാണ് ഗേറ്റ്. ക്ലിയർ ഔട്ട്. പിണങ്ങിപ്പോയവര് തിരികെ വന്നോ? അവള് പോകുന്നത് വരെ ഇതിനകത്ത് കേറരുതെന്ന് കരുതി പോയതാ. പക്ഷെ മനസ്സനുവദിക്കുന്നില്ല. എന്റെ മാധുരിയുടെ മകൾ ഇവിടെ ഇല്ലേ, അവൾ എന്റെയും കൂടി മോളാ. മോളെ ഇന്ദ്രജേ, നന്ദിനി അകത്ത് അവളെ മുറിയിലുണ്ട്. നീ ഇനി അവളോട് വഴക്കിനൊന്നും ചെല്ലരുത്. ഓ അത് ശരി. മുറിയൊക്കെ കൊടുത്ത് അച്ഛൻ അവളെ ഇവിടെ വാഴിച്ചിരിക്കല്ലേ? അത് ഞാൻ ശരിയാക്കി തരാം. എവിടെടി മീനാക്ഷി? അകത്തുണ്ട്. നിനക്കെന്താടി വനപ്പനിയുണ്ടോ? നിന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ. വീട്ടിലേക്ക് കേറി വരുമ്പോ കാണുന്നത് ഈ ആശ്രീകരത്തിന്റെയൊക്കെ തിരുമോന്തയാണല്ലോ. മോളെ മീനാക്ഷി. ആ വല്യമ്മേ. മോളെ കാണാനാ വല്യമ്മ വന്നത്. ഇതൊക്കെ മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. വാങ്ങിക്കും. താങ്ക് യു വല്യമ്മേ. അതൊക്കെ നോക്കിക്ക്. ഇഷ്ടമായില്ലെങ്കിൽ പറയണം, നമുക്ക് വേറെ വാങ്ങിക്കാം. വല്യമ്മ വാങ്ങിത്തരുന്നത് എന്തും എനിക്കിഷ്ടാ. എന്റെ മാധുരിയുടെ ചേച്ചിയല്ലേ വല്യമ്മ? അമ്മയെ വിളിച്ചിരുന്നത് മാധുരിന്നാണോ? അതെ. എന്ത് ചെയ്യാം, കൊന്നു കളഞ്ഞില്ലേ എന്റെ പ്രിയപ്പെട്ട അനിയത്തിയെ. എന്നിട്ടും അച്ഛൻ അവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുക, എന്റെ അനിയത്തിയുടെ കൊലപാതകിയെ. ഞാനിത് മുത്തശ്ശനോട് ചോദിച്ചു വല്യമ്മേ. അപ്പോ മുത്തശ്ശൻ അവരെ ന്യായീകരിക്കുക. അച്ഛനെയും അവള് മയക്കി വെച്ചിരിക്കുക. ഇങ്ങനെ പാവത്തം കളിച്ച് മറ്റുള്ളവരെ മയക്കാൻ ഇവള് പണ്ടേ മിടിക്കുക. ആ അത് ശരിയാ. ചെമ്പകമംഗലത്തും ഇവരുടെ നയം ഇത് തന്നെയായിരുന്നു. എന്റെ മോളെങ്കിലും അവളുടെ വാക്കുകൾ വിശ്വസിക്കരുത്. ഇവള് ഈ നന്ദിനിയാ എന്റെ മോളുടെ അമ്മയെ ഇല്ലാതാക്കിയത്. അമ്മയെ കൊന്നവരോട് ഒരു കോംപ്രമൈസും പാടില്ല. ഈ നന്ദിനിയെ എന്നേക്കുമായി ഇല്ലാതാക്കണം. എങ്കിലേ മാധുരിയുടെ ആത്മാവിന് മോക്ഷം കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.